ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഇന്നേ വരെ 1500 പെട്രോൾ ഞാൻ അടിച്ചിട്ടില്ല. ഇറ്റ് പെർഫെക്റ്റ് കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് 11 കിലോമീറ്ററോ അല്ലെങ്കിൽ 11.5 കിലോമീറ്റർ മൈലേജ് തന്നിരുന്നൊരു വണ്ടി ഒറ്റയടിക്ക് 20 കിലോമീറ്റർ മൈലേജ് തരാൻ തുടങ്ങി. അപ്പോൾ ഇലക്ട്രിക്കിനെക്കാട്ടിലും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. കയ്യിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഡ്രൈവിംഗ് കംഫർട്ടും അതേമാതിരി നമുക്കൊരു വെയിറ്റും ആ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ ഇത്രയും നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് വേറൊരു വണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ എത്ര തരം ഫ്യൂവൽ ഓപ്ഷൻസ് ഉള്ളതെന്ന് അറിയാലോ. പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക്, ഹൈബ്രിഡ്, അതായത് പെട്രോൾ ഇലക്ട്രിക്, പിന്നെ വേറൊരു ഹൈബ്രിഡ്, അതാണ് നമ്മുടെ കൂടെ ഉള്ളത് പെട്രോൾ CNG. അങ്ങനെ കുറേ ഫ്യൂവൽ ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് പെട്രോൾ, ഡീസൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കും പോപ്പുലർ ആയിട്ടുണ്ട്. പിന്നെ EV ഹൈബ്രിഡ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സുസുക്കിയുടെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ്സ് ഒക്കെ 20 lakhs അബോവ് കൊടുക്കേണ്ടി വരും ഹൈബ്രിഡ് വേരിയൻറ്റിന് വേണ്ടി മാത്രം. അതിൻ്റെയൊക്കെ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലായ സ്ഥിതിക്ക് CNG വേരിയൻസ് ആയിരിക്കും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു XL6 CNG വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. CNG വെഹിക്കിൾസിന് നമ്മൾ ആകെ ചെയ്തിട്ടുള്ളതൊരു എർട്ടിഗ CNG നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ XL6 CNG കൊണ്ടുവന്നപ്പോൾ XL6 എന്ന് പറയുമ്പോൾ എർട്ടിഗയുടെ കുറച്ചുകൂടി ഒരു പ്രീമിയം വേർഷനായിട്ടുള്ള ഒരു സുസുക്കിയുടെ വാഹനമാണ് XL6. അപ്പോൾ ഒരു എർട്ടിഗ 7 സീറ്റർ ആണെങ്കിൽ ഇതൊരു 6 സീറ്റർ വാഹനമായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു CNG വേർഷൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പെട്രോൾ വേരിയൻറ്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ വില വ്യത്യാസത്തിലാണ് CNG. ഇപ്പം കമ്പനി തന്നെ CNGs ഇറക്കുന്നത് കൊണ്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് CNG സിലിണ്ടേഴ്സൊക്കെ വെച്ച് CNGയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനി ഫിറ്റഡ് CNG ആണ് കുറച്ചുകൂടെ എഫിഷ്യൻറ്റും അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരുടെ പ്രോപ്പർ രീതിയിൽ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രോപ്പർ എഫിഷ്യൻസി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. ഇൻട്രോ പറഞ്ഞ് അധികം നീട്ടുന്നില്ല, ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ XL6 CNGയുടെ യൂസർ എത്തിക്കഴിഞ്ഞു. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. എന്ത് ചെയ്യുന്നു, എന്താണ് പേര് എന്നുള്ളതൊക്കെ? എൻ്റെ പേര് ദീപക് എന്നാണ്. ഞാനിവിടെ കോട്ടയത്ത് കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ XL6 CNG സ്വന്തമാക്കി. അതെ. ആദ്യമേ ചോദിക്കുന്നത് XL6ലേക്ക് എന്തുകൊണ്ട് വന്നു? കുറച്ച് ഇപ്പം ആ ഒരു സെഗ്മെന്റിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 6 സീറ്റർ നോക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, വേറെ ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ. XL6 ചൂസ് ചെയ്തത് എങ്ങനെ? XL6 ചൂസ് ചെയ്യാൻ ബേസിക്കലി എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ഒരു വലിയ വണ്ടിയാണോ വെച്ചാൽ വലിയ വണ്ടിയാണ്, എന്നാൽ കോമ്പാക്റ്റ് ആണോ വെച്ചാൽ കോമ്പാക്റ്റ് ആണ്. ഓക്കെ. ഇപ്പോൾ ഒരു ഇന്നോവയ്ക്ക് പോകേണ്ട റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 30-35 lakhs വേണം ഒരു ഇന്നോവ എടുക്കണമെങ്കിൽ. ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ ഞാൻ നോക്കിയിരുന്ന ഓപ്ഷൻ പറഞ്ഞാൽ കിയ കരൻസ് ആയിരുന്നു. അപ്പോൾ കരൻസും കുറച്ചും കൂടി വലിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനേക്കാളും. ഡൈമെൻഷൻ വൈസ് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല. കിയ കരൻസ് നോക്കിയിട്ട് പിന്നെ എന്തുകൊണ്ട് XL6ലേക്ക് വീണ്ടും വന്നു? ഓക്കെ, എന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇതിന് മുന്നേ ഒരു സിഡാനാണ് ഉപയോഗിച്ചിരുന്നത്, ഒരു ഫോർഡിൻ്റെ ആസ്പയർ ഉപയോഗിച്ചിരുന്നത്. ആസ്പയറിന് 1.2 പെട്രോൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കൺസേൺ വണ്ടിയിൽ എൻ്റെ നാട് ശരിക്കും തൃശ്ശൂരാണ്. കോട്ടയത്താണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വീട് ഇവിടെ വെച്ചതാണെങ്കിൽ പോലും എൻ്റെ ബേസിക്കലി എല്ലാം തൃശ്ശൂരാണ് വരുന്നത്. വണ്ടിയുടെ രജിസ്ട്രേഷൻ തൃശ്ശൂരാണ്. സോ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തൃശ്ശൂർ യാത്ര വരാറുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു സിഡാനിൽ പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു മോളാണ്, പിന്നെ വൈഫും മോളും കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും പോകാൻ കംഫർട്ടബിളാണ്. പക്ഷെ അത് കൂടാതെ നിങ്ങളിവിടെ വരുന്ന വഴിക്ക് ഒരു പട്ടി വരയ്ക്കണ സൗണ്ട് കേൾക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഒബ്വിയസ്ലി ഒരു പട്ടിയുണ്ട്. അപ്പോൾ അവനെയും കൊണ്ടുപോകാൻ ആ ഒരു വണ്ടി പോരാതെ വരുന്നൊരവസ്ഥയായിരുന്നു. അതായത് പട്ടി വരുമ്പോൾ ഒബ്വിയസ്ലി അതിന് ബാക്ക് സീറ്റിൽ ഒരു പകുതി മുക്കാൽ സീറ്റോളം പട്ടിക്ക് വേണം. ഏതാണ്? ഒരു ചെറിയ ബ്രീഡാണ്, മറ്റേ ഈ ഷീറ്റ്സും അല്ല, നമ്മുടെ പോമറേനിയൻ പോലത്തെ ബ്രീഡാണ്. സോ അങ്ങനെ വരുമ്പോൾ പട്ടിയുടെ കൂടും കൂടി വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഒരാൾക്ക് കഷ്ടിമുഷ്ടി ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ശരി അടുത്തൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡേഷനിലേക്ക് പോവാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് ഒരു SUVയിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഐഡിയലി ഒരു സെൽട്ടോസോ അല്ലെങ്കിൽ ക്രെറ്റയോ എല്ലാം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അഗൈൻ അവിടെ വന്ന് നോക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രെറ്റ സെൽട്ടോസിലേക്ക് പോയാലും വീണ്ടും അത് 5 സീറ്റർ തന്നെയാണ്. വീണ്ടും എൻ്റെ ആ പർപ്പസ് അവിടെ നടക്കുന്നില്ല. അതായത് 3 പേര് പ്ലസ് ഒരു ഡോഗ് പ്ലസ് ലഗേജ് വരുന്ന ആ പർപ്പസ് അവിടെ നടക്കാത്ത കാര്യം. അങ്ങനെയാണ് ഒരു MUV എന്നുള്ള കൺസെപ്റ്റിലേക്ക് നീങ്ങാന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. 3 റോ വെഹിക്കിളിലേക്ക് പോകാമെന്ന് പറഞ്ഞത്.
അപ്പോൾ എഗെയിൻ 3 റോ വെഹിക്കിളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ വരുന്നത് മേ ബി ഒരു ഡ്രൈവർ ആയിരിക്കും സ്റ്റാർട്ടിംഗ്. ഡ്രൈവറാണ്. പക്ഷേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു 1000 cc വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ നമ്മുടെ ഒരു റിക്വയർമെന്റ് വരാൻ പിന്നെ കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുള്ള തോന്നി. അവിടെ എൻ്റെ റിക്വയർമെന്റ് വരാൻ ചാൻസ് ഇല്ല. അടുത്തത് എർട്ടിഗയാണ്. നോ ഒഫൻസ് മെൻ, പക്ഷേ എർട്ടിഗ ഒരു എപ്പോഴും ഒരു കുറേ കൂടി ഒരു ടാക്സി പർപ്പസിൽ കാണുന്ന കാരണം പിന്നെ എനിക്ക് അതിലേക്കും ഒന്ന് പോകണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. പിന്നെ എൻ്റെ ബഡ്ജറ്റ് ഒബിയസ്ലി ഒരു 15 ലക്ഷം രൂപ റേഞ്ചാണ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു ബഡ്ജറ്റ്. പിന്നെ നോക്കിയത് ഒബിയസ്ലി കിയ കാരൻസ് നോക്കിയായിരുന്നു. കാരൻസ് നല്ല വണ്ടിയാണ്, വണ്ടീനെ പറ്റിയൊന്നും ഒന്നും പറയാനില്ല, ഓടിക്കാനെല്ലാം വളരെ നല്ല വണ്ടിയാണ്. ടർബോ ആയിരുന്നു നോക്കിയത്. പക്ഷേ അഗൈൻ അതിൻ്റെ ഉള്ള ഓപ്ഷൻസിൽ വരുമ്പോൾ ഫ്യൂവൽ ഓപ്ഷൻസ് വരുമ്പോൾ പെട്രോൾ ആൻഡ് ഡീസലാണ് വരുന്നത്. ഡീസലിലേക്ക് പോകാൻ എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം ഒരു ഫോർഡിൻ്റെ ആസ്പയർ ആയിരുന്നു, പെട്രോൾ ആയിരുന്നു ഉള്ളത്. അതിന് മുന്നേ എനിക്കൊരു ഫോർഡ് ഫിഗോ ഉണ്ടായിരുന്നു. ഫിഗോ ഡീസലായിരുന്നു, പണ്ടത്തെ ഫിഗോ ആയിരുന്നു, ഫസ്റ്റ് ജനറേഷൻ മോഡൽ. ആ വണ്ടി ഓൾമോസ്റ്റ് ഒരു 1 lakh കഴിഞ്ഞോടുകൂടി അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണികൾ വന്നു തുടങ്ങി. കൈപൊള്ളി തുടങ്ങിയ ഒരു അവസ്ഥ വന്നു തുടങ്ങി. അതായത് മാസം ഒരു 5000-6000 രൂപയുടെ പണികൾ തന്നെ ആ വണ്ടിയിൽ വന്നിരുന്നു. ഓരോരോ സെൻസേഴ്സ് അടിച്ചു പോകുക, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടായി. ഇഞ്ചക്ടേഴ്സ് പോയി, അങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും അങ്ങനെയാണ് ആ വണ്ടി മാറിയത്. പക്ഷെ അന്നേ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒരു എൻവയോൺമെന്റ് കോൺഷ്യസ് ആയിട്ട് നോക്കി എന്ന് പറഞ്ഞു. രണ്ടാമത് വാങ്ങിയ വണ്ടിയായിരുന്നു ആസ്പയർ വന്നത്. ആസ്പയർ പക്ഷേ വണ്ടി ഉഗ്രം വണ്ടിയാണ്. കയ്യിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഡ്രൈവിംഗ് കംഫോർട്ട്, അതേമാതിരി നമുക്കൊരു വെയിറ്റും ആ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് ഡൈനാമിക്സിൽ ഇത്രയും നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് വേറൊരു വണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ടില്ല. ഒരുപക്ഷെ വേറെ വണ്ടികൾ ഓടിക്കാത്ത കാരണമായിരിക്കാം. എക്സെപ്റ്റ് മൈലേജ് എക്സാക്ട്ലി അതന്നെ. അപ്പോൾ മൈലേജ് പറഞ്ഞാൽ പക്ക ശോകമായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 11-12 അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ വണ്ടിയിൽ കിട്ടിയിരുന്ന മൈലേജ്. 1.2 പെട്രോൾ, 1.5 പെട്രോളും അല്ല, ഡീസൽ, സാധാ മാനുവൽ ടൈറ്റാനിയം മോഡലായിരുന്നു അത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മൈലേജ്, അതായത് ഈ വണ്ടി ഓൾമോസ്റ്റ് ഞാൻ ഒരു 1.30 ഓടിച്ചിട്ടാണ് ആ വണ്ടി കൊടുത്തത്. നന്നായിട്ട് ഓടി. അപ്പോൾ 1.30 ഓടി കൊടുത്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 80,000 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കാൽക്കുലേഷൻസ് നോക്കിയപ്പോൾ ഈ വണ്ടിയുടെ വിലയേക്കാളും കൂടുതൽ പെട്രോൾ അടിച്ചു വില. വണ്ടി വാങ്ങിയത് 7 ലക്ഷം രൂപ അങ്ങനെ എന്തോ റേഞ്ചിലാണ് വാങ്ങിയത്. കൂട്ടി നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 8-8 ലക്ഷം രൂപ പെട്രോൾ അടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെ നോക്കിയിട്ട് അത് മുതലാവുന്നില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനൊന്നും മാറ്റി വെക്കില്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ വണ്ടിനെ കൊണ്ട് CNG ആക്കി. അങ്ങനെ കഥയുണ്ട്. അപ്പോൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. എല്ലാവരും പറഞ്ഞു ഫോർഡാണ്, തൊടാൻ പറ്റില്ല, പേടിയാണ്. അതായത് CNG ഫിറ്റിംഗ് സ്ഥലത്ത് ചില ഫിറ്റിംഗ് സെന്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ LPG ആക്കി തരാം. ഞാൻ പറഞ്ഞു അതെനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇത്രയും അത്യാവശ്യം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്, പിന്നെ കണ്ടറിഞ്ഞ് തൊട്ടില്ലെങ്കിൽ പണി തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഫോർഡ്. അപ്പോൾ സെൻസിറ്റീവാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ CNG ഫിറ്റിംഗ് സെന്റേഴ്സ് ഒരുപാട് അന്വേഷിച്ചു. ഒരുപാട് പേർക്ക് പേടിയായിരുന്നു, തൊടാൻ പറ്റില്ല, ഫോർഡാണ് ഞങ്ങൾ ചെയ്യില്ല എന്ന് പേരും പോകുന്ന ഒരാളും പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ എവിടെയും CNG പമ്പ് വന്നില്ല. കോട്ടയം ജില്ലയിൽ പമ്പില്ല. അടിക്കണി നിയറസ്റ്റ് പമ്പ് കിടക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴ ഈ മുഹമ്മ സൈഡിൽ, ചേർത്തല സൈഡിലൊക്കെയാണ് നിയറസ്റ്റ് പമ്പ്. ഓൾമോസ്റ്റ് 30-35 കിലോമീറ്റർ സേവയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ തൃപ്പൂണിത്തുറ എത്തണം അടുത്ത പമ്പ് കിട്ടി. എന്നിരുന്നാലും ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ കൊണ്ടുപോയി ഒരു 10-60,000 രൂപ കൊടുത്തിട്ട് അത് CNG ആക്കി. ഒരാൾ സമ്മതിച്ചു. ഒരു ടീം പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുവന്നോ, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെച്ചു. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഇഞ്ചക്ടർ മറ്റേ കോയിൽ ഉണ്ടല്ലോ അതൊക്കെ കത്തിപ്പോയി. ഫസ്റ്റ് വീക്കിൽ തന്നെ ഇഞ്ചക്ടർ കോയിൽ കത്തിപ്പോയി. അതിൻ്റെ ട്യൂണിങ് ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് CNG വെച്ചപ്പോൾ. പിന്നെ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അവരെ കൊണ്ട് തന്നെ വീണ്ടും ഒരാഴ്ചയോളം അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ട് അവരെ കൂടെ നിന്ന് പണിയിപ്പിച്ച് ട്യൂണിങ് എല്ലാം പക്കയാക്കി എടുത്ത്. അവരെയും ബ്ലെയിം ചെയ്യാൻ, കാരണം അവർ മാത്രമാണ് ഫോർഡിന്റെ മുകളിൽ കളിക്കുന്നത്. അത് എന്നിട്ട് ലാസ്റ്റ് ട്യൂണിങ് ശരിയാക്കി അതിന്റെ ഇതെല്ലാം ടൈമിംഗ് എല്ലാം കറക്റ്റ് ആക്കി ഇതെല്ലാം മാറ്റി, അതിന്റെ പ്ലഗ്സ് എല്ലാം മാറ്റി അവിടുന്ന് അങ്ങോട്ട് ആ വണ്ടി ഇറ്റ് വാസ് എ പെർഫെക്റ്റ് കാർ. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് 11 കിലോമീറ്റർ അല്ലെങ്കിൽ 11.5 കിലോമീറ്റർ മൈലേജ് തന്നിരുന്നൊരു വണ്ടി ഒറ്റയടിക്ക് 20 കിലോമീറ്റർ മൈലേജ് തരാൻ തുടങ്ങി. ഫോർഡ് ഫിഗോ പെട്രോൾ 20 കിലോമീറ്റർ മൈലേജ്. അപ്പോൾ 20 കിലോമീറ്റേഴ്സിന്റെ ആ ഒരു റേഞ്ച് വന്നതോടുകൂടി എൻ്റെ കാൽക്കുലേഷൻസ് മൊത്തം മാറി. കാരണം അതുവരെ എനിക്ക് ഉണ്ടായിരുന്ന മൈലേജ് ഫിഗേഴ്സ് ഉണ്ടായിരുന്ന ഈ 11.5 അല്ലെങ്കിൽ 12 വരുന്നത് എൻ്റെ ആവറേജ് മന്ത്ലി ഓട്ടം എന്ന് പറഞ്ഞ ഒരു 1500-2000 കിലോമീറ്റർ ആവറേജ് വരാറുണ്ട്, ഒഫീഷ്യലി അൺഒഫീഷ്യലി എല്ലാം കൂടിയിട്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കൂട്ടി നോക്കുമ്പോൾ എൻ്റെ ഒരു പെട്രോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു 12,000 രൂപ, മാക്സിമം ഒരു 16 വരെ പോയിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ.
ആ സംഭവം എനിക്ക് താഴേക്ക് ഇറക്കി ഒരു 7,000 രൂപയുടെ റേഞ്ചിലേക്ക് എത്തി. അത് ശരി, 6,000 7,000 റേഞ്ചിലേക്ക് എത്തി. ഓക്കെ. അപ്പൊ തോന്നി കൊള്ളാലോ അല്ലേ? അതെ. അപ്പോൾ അത്രയും ഡിഫറൻസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു ഫ്യൂവലിനെ കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാം. എന്നുവെച്ചാൽ ആ വണ്ടി എടുത്ത് ഞാൻ അത്യാവശ്യം ലോങ് പോയി. എനിക്ക് ലോങ്ങിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. മീൻസ് ഇപ്പം CNG കൺവേർട്ട് ചെയ്താണല്ലോ ചെയ്തത്. അപ്പോൾ കൺവേർട്ട് ചെയ്തപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഓൾറെഡി പെട്രോൾ ഫിഗോ ആസ്പെയർ എന്ന് പറയുമ്പോൾ അധികം പവർഫുൾ എഞ്ചിൻ എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. ഒരു കംഫർട്ട് ഡ്രൈവ് ഉള്ള ഒരു ഉള്ളൂ. അപ്പം അതിനെ വീണ്ടും പവർ കുറച്ചോ? പവർ കുറഞ്ഞു. അതായത് ആ ഒരു കൺസേൺ വണ്ടിയിൽ ഇനീഷ്യൽ പിക്കപ്പ് എല്ലാം വളരെ ശോകമായിരുന്നു. അതായത് പെട്രോൾ തന്നെ വളരെ മോശമാണ്. കൂടെ CNG കൂടി കയറിയപ്പോൾ ഒബിയസ്ലി ആ പവർ ഫിഗേഴ്സ് വീണ്ടും ഒരു പൊടിക്ക് കുറയുകയും ചെയ്ത്. ഹൈവേ പേർപ്പസിൽ നമുക്കത് അറിയില്ല, ലോങ് ഡ്രൈവ്സിലൊന്നും അറിയാൻ പറ്റില്ല. സിറ്റി പേർപ്പസിൽ നമുക്കത് അറിയാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. സോ അത്യാവശ്യം ഈ നെക്ക് ടു നെക്ക് ട്രാഫിക്കിലൊക്കെ പെട്രോൾ തന്നെ ഞാൻ കൊടുത്തിരുന്നത്. കാരണം നമുക്ക് വല്ല കയറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക, AC ഓഫ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അതായത് അപ്പം സിറ്റി പേർപ്പസിൽ പെട്രോളിൽ തന്നെ ഓടിക്കും, ലോങ് പോകുമ്പോൾ കൂടുതലും CNG തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ലോങ് പോകുമ്പോൾ CNG ചെയ്യാം. അതെ. അപ്പോൾ ബൈഫ്യൂവലിന്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. എന്നിട്ട് ഈ വാഹനം എന്താ പറയുക, ഇതിന്റെ സർവീസ് കറക്റ്റ് 10,000 ആ സമയത്തുള്ള സർവീസ് 10,000 സർവീസിൽ ചെയ്തു. അപ്പോൾ ഈ CNG കയറ്റിയത് കൊണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഫിഗോയിൽ സർവീസിന് ചെല്ലുമ്പോൾ എന്തെങ്കിലും അവർ പറയുമായിരുന്നു. അതായത് ഗോയിങ് ഫോർവേഡ് അതിന്റെ വേറെ ഇതൊന്നും അവർ ഉത്തരവാദികളല്ല. ഞാനും പറഞ്ഞു ശരിയാണ്, നിങ്ങളല്ല ഉത്തരവാദി, ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. എന്താ വെച്ചാൽ ആ വണ്ടി, പക്ഷെ അത് സത്യം പറഞ്ഞ എൻ്റെ ഒരു പരീക്ഷണ വണ്ടി തന്നെയായിരുന്നു. അത്ര ഓടി. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എഞ്ചിനിലെ മറ്റേ ഓയിലെല്ലാം ഇതാക്കി ഫുള്ളി സിന്തറ്റിക് ആയിരുന്നു. പിന്നെ ഈ സെറാട്ടൊക്കെ ആഡ് ചെയ്തിരുന്നു. മറ്റേ ഒരു ഇതുണ്ടല്ലോ, ഈ എന്താ പറയുക, ലിക്വിമോളിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് നോക്കി, അതിനെങ്ങനെ സ്മൂത്ത് ആക്കാമെന്ന് നോക്കിയിരുന്നു. എല്ലാ 10,000 കിലോമീറ്ററിൽ എൻ്റെ പ്ലഗ്സ് മാറിയിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നവരെ ആ വണ്ടി പിന്നീട് ഒരു പണി തന്നിട്ടില്ല. എന്നല്ല, എനിക്ക് ലോങ്ങിലൊക്കെ പോകുമ്പോൾ 22 കിട്ടിയിട്ടുണ്ട് ഒരു തവണ, മറ്റേ ഈ ഹൈവേ പർപ്പസിൽ. സിറ്റി പർപ്പസിൽ ഒരു 18 മുതൽ 20 വരെ കിട്ടുമായിരുന്നു ഈ CNG. പക്ഷേ ഒബിയസ്ലി ഞാൻ ആദ്യം പറഞ്ഞ റീസൺ, അതായത് എനിക്ക് ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എനിക്ക് ആ വണ്ടിയിലുള്ള സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ ശരിയാവാത്ത കാരണമാണ് പിന്നീട് ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിയേക്കാന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് ചിന്തിക്കാൻ കാരണം. എക്സാക്ട്ലി. അതായത് CNG ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ എൻ്റെ 3 പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കംഫർട്ടബിൾ ആയിട്ടൊരു 3-4 പേർക്ക് പോകാൻ പറ്റണം, എനിക്കെൻ്റെ പട്ടിനെ വെക്കാൻ പറ്റണം, ലഗേജും വെക്കാൻ പറ്റണം. അങ്ങനെ വന്ന് ഞാൻ ഇതൊക്കെ നോക്കിയപ്പോഴാണ് ആദ്യം പറഞ്ഞ ഈ ബാക്കി ഓപ്ഷൻസ് എല്ലാം ഞാൻ സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ഒരു ഓപ്ഷനിലേക്ക് വന്ന് നിൽക്കാനുള്ള കാരണം. അപ്പം ഈ പറഞ്ഞ 15 lakhs ബഡ്ജറ്റിൽ നിന്നോ ഇതിന് എത്ര ഓൺ റോഡ് പ്രൈസ് ആയി? ഇത് എനിക്ക് 1530 ആയി. 1530. അപ്പം ഇതിന്റെ നോൺ CNG വെർഷൻ, നോർമൽ പെട്രോൾ വെർഷൻ എത്രയായിരുന്നു? 1 ലക്ഷം കുറവാണ്. 1 ലക്ഷം രൂപ വ്യത്യാസം ഉണ്ടല്ലേ? 1,10 കുറവാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരു 50, 60, 82 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. അത്രയും കുറവുണ്ട്. അപ്പോൾ അത്രയാണ് പ്രൈസും വന്നിരിക്കുന്നത്. അതാണ് XL6 എടുത്തതിന്റെ കാരണവും CNG ചൂസ് ചെയ്യാനുള്ള കാരണം. ഓൾറെഡി CNGയിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് കാരണം വീണ്ടും CNG കുറച്ചുകൂടെ ബെറ്റർ CNG ഓപ്ഷൻ നോക്കി ഇതിലേക്ക് വന്നു. വണ്ടി നമ്മൾ തിരിച്ചിട്ടു. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വേറെ വണ്ടികളുമായിട്ടൊക്കെ സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ പറയുക. ചെറിയൊരു ഹോണ്ടയുടെ നമ്മുടെ WRV മീൻസ് BRVs ഒക്കെ പോലെ ചെറിയൊരു കട്ടൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും അങ്ങനെ XL6ലേക്ക് വന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും XL6ൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് ചോദിക്കണം. എങ്ങനെയുണ്ട് ഈ XL6ൽ CNG ചെയ്തിട്ട് കിട്ടിയ പെർഫോമൻസും അതേപോലെ ബാക്കി സ്പേസ് പോകുന്ന കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ എന്ന് പറയാം. ഉറപ്പായിട്ടും. ബേസിക്കലി ഒരു ആഫ്റ്റർ മാർക്കറ്റ് CNG ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയും ഇന്ന് തമ്മിൽ മൈൽസ് അപ്പാർട്ട് ഡിഫറൻസ് ആണ്. മൈൽസ് അപ്പാർട്ട് ഡിഫറൻസ് തന്നെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഡിഫറൻസ്. ആഫ്റ്റർ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ മാതിരി ആദ്യം ഈ മൈലേജ് ഡ്രോപ്പിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, ബാക്കി മറ്റേ പവർ ഡ്രോപ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതിന്റെ നോർമൽ ഓടിച്ചിട്ടുണ്ട്. ആ സെയിം പവർ ഒരുപക്ഷെ അതിനേക്കാളും ബെറ്റർ ആണെന്ന് ഞാൻ പറയുള്ളൂ ഇൻ CNG. അതിനിപ്പോൾ എൻ്റെ ഗട്ട് ഫീൽ ആണെന്ന് എനിക്കറിയില്ല. അല്ല, അതിന്റെ ട്യൂണിങ്ങിന്റെ ആയിരിക്കാം. എന്താ വെച്ചാൽ ഈ കമ്പനി വന്നിട്ടുള്ള ട്യൂണിങ് വന്ന സമയത്തുള്ള ഒരുപക്ഷെ ഗുണങ്ങളായിരിക്കാം. ECUവിൻ്റെ മാപ്പിംഗ് അങ്ങനെ ആയിരിക്കും, നമുക്കറിയില്ല. സോ പക്ഷെ മറ്റേത് നമ്മൾ ECM വീണ്ടും സെപ്പറേറ്റ് ഒരു ECM ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതിൽ 2 ECM ഉണ്ടോയെന്ന് ഐ ഡോണ്ട് നോ, ഞാൻ അതിനെപ്പറ്റി നോക്കിയിട്ടില്ല. പക്ഷേ ഇൻ റിയൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ലോഡ് വെച്ച് പോകുമ്പോൾ പോലും എനിക്ക് പവർ ഡ്രോപ്പ് ഫീൽ ചെയ്തിട്ടില്ല വേണ്ടിയില്ല.
ശരി. വിതൗട്ട് എനി പവർ ഡ്രോപ്പ് ഈ സാധനം പോകുന്നുണ്ട്. 6 സീറ്റർ ആണ്. ഫുൾ ലോഡിൽ പോയിട്ടുണ്ട്. ഫുൾ ലോഡിൽ പോകാന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി വിത്ത് ഫാമിലി പോയിട്ടുണ്ട്, പിന്നെ 5 പേരെ വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഐ ഹാവ് ഫീൽ എനിക്കൊരു ഒരു തരം ഡ്രോപ്പിലേക്ക് എനിക്ക് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പവർ ഡ്രോപ്പിനെ പറ്റി അതാണ് ഞാൻ പറഞ്ഞത്. പവർ ഡ്രോപ്പില്ല. ഈവൻ ഞാനത് പെട്രോൾ മോഡിൽ ഓടിച്ചാൽ പോലും എനിക്കതിൽ വേറെ ഇഷ്യൂസ് ഒന്നും, ഐ മീൻ ഡിഫറൻസ് ഒന്നും എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പെട്രോൾ എത്ര ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് ട്രൈ ചെയ്തില്ല. ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഇന്നേ വരെ 1500 പെട്രോൾ ഞാൻ അടിച്ചിട്ടില്ല. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഒരു 3500 കിലോമീറ്റർ. ഓ അടിപൊളി. അപ്പോൾ അത്രയും പൈസ മുടക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം, ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് പെട്രോൾ ഹൈബ്രിഡ്സിലോട്ട് മീൻസ് ഇലക്ട്രിക് ഹൈബ്രിഡ്സിലോട്ട് പോകണമെങ്കിലുള്ള ബഡ്ജറ്റ് അപാരമാണ്. അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കലും ഒരു വാഹനത്തിന് അത്രയും കാശ് മുടക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനല്ല. വേറെ ഒന്നുകൊണ്ടല്ല. ആഫ്റ്റർ ഓൾ ഒരു വാഹനം എന്ന് പറയുമ്പോൾ നമ്മളത് എന്താ പറയുക, ഈവൻ മാരുതിയാണ് റീസെയിൽ വാല്യൂ ഒക്കെ എന്ത് പറഞ്ഞാൽ പോലും അതിനൊരു ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണമെങ്കിൽ ഒരുപാട് ഹൈ ആണ്. വിൽക്കുമ്പോൾ കാശ് കിട്ടില്ല ഏതൊരു സാധനമാണെങ്കിലും. വിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വാങ്ങുന്നത്. എങ്ങനെ പോയാലും ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് വരാലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു. സോ എന്തുകൊണ്ട് ഞാൻ ഈ ഹൈബ്രിഡ്സിലേക്ക് പോയില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാൻഡ് വിറ്റാറ ഹൈബ്രിഡ് ഉണ്ട്. സോ ഞാൻ ആദ്യം മുതൽ പറയാം. ഞാൻ ഫസ്റ്റ് നോക്കിയ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം നെക്സോൺ EV നോക്കിയായിരുന്നു. നെക്സോൺ EV ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായ വണ്ടിയാണ്. കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പോഴല്ല ഞാൻ ആ വണ്ടി, പക്ഷേ ഒരു വണ്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൺസിഡറേഷനിലായിരുന്നില്ല. പക്ഷേ ഒബിയസ്ലി ആ വണ്ടി ഞാൻ പോയി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. 2 നെക്സോൺ EVs ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. ഓടിക്കാൻ ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ജെൻ നെക്സോൺ EV. വീൽ സ്പിന്നിൻ്റെ കാര്യത്തിൽ ടയർ പെട്ടെന്ന് തേക്കാൻ ഇത്രയും അടിപൊളി ഒരു വണ്ടി വേറെ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ആ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. പക്ഷേ എഗെയിൻ എനിക്കൊരു റിലയബിലിറ്റി ഫാക്ടർ അവിടെ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ EV എന്നുള്ള ഇതിലേക്ക് പോവാതിരുന്നത്. റിലയബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമ്മുടെ അത്യാവശ്യം ലോങ് ട്രിപ്സ് വരുമ്പോൾ ചാർജിങ് ഇൻഫ്രയുടെ ഇഷ്യൂസ് വരാം. പ്ലാൻ ചെയ്ത് പോകണം നമുക്ക്. ഞാൻ അത്രയും വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഒരാളല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയി നമുക്ക് ആ ഒരു ടൈം സ്പെൻഡിങ് വരുന്ന സമയത്ത് വലിയ ഇഷ്യൂസ് വരാവുന്നത് കൊണ്ട് ഇതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് പോയത്. പിന്നെ ഒബിയസ്ലി ആ ബാറ്ററിയുടെ റേഞ്ച് ഇഷ്യൂസ് കുറയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എനിക്കറിയില്ല, കുറഞ്ഞതായിട്ട് ലോങ് ടേം റിവ്യൂസിലും അധികം പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ, എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്ട്രോങ് ഹൈബ്രിഡ്സിലേക്ക് പോകാത്തതിൻ്റെ കാരണം കോസ്റ്റ് ഫാക്ടർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു 25 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കാറും അതേ വണ്ടിയുടെ തന്നെ ഒരു മൈൽഡ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപ ഡിഫറൻസ്. വാട്ട് യു ഗെറ്റിംഗ് ഈസ് സംതിങ് നമുക്ക് സെയിം ആയിട്ടുള്ള ഇത് തന്നെയാണ് കിട്ടുന്നത്. അവിടെ ഡെയിലി അടയ്ക്കുന്ന ഫ്യൂവലിന്റെ ഇരട്ടി കാശ് നമ്മൾ ആദ്യമേ ഞാൻ കൊടുക്കുക. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അസംഷനാണ്. ഞാൻ അവിടെയും ഞാൻ വില ചെയ്യാത്ത ഒരാളാണ്. കാരണം എൻ്റെ മൈൻഡിലൂടെ അത്രയും ഇതിലേക്ക് പോകാത്തതാണ്. എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കൾ എടുത്തിട്ടുള്ള സ്ഥിതിക്ക് ആ വണ്ടികളുടെയൊക്കെ ഓടിക്കാനൊക്കെ നല്ലതാണ്. ബാറ്ററി മോഡിൽ പോവും, അതെല്ലാം ഓക്കെയാണ്. അങ്ങനത്തെ വണ്ടികളിൽ ഒബിയസ്ലി ആ കോസ്റ്റ് ഫാക്ടർ വരുമ്പോൾ എനിക്കതൊരു വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് പിന്നീട് ഞാൻ വീണ്ടും എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫ്യൂൽ തന്നെ വീണ്ടും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വെച്ചത്. സോ ദാറ്റ്സ് വൈ ഐ കെയിം ടു CNG. പെട്രോൾ മീൻസ് ഇലക്ട്രിക് ഹൈബ്രിഡ്സ് എടുക്കാഞ്ഞതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മീൻസ് ഇതിന് ബൂട്ട് സ്പേസിൽ ഓപ്പൺ ആക്കട്ടെ. അകത്ത് സ്പേസ് കുറേ പോകുന്നുണ്ട്. നമ്മുടെ CNG വന്നിട്ട് പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ കുറവാണ്. നമുക്ക് ഇത് ഓൾമോസ്റ്റ് എനിക്ക് 209 205 അങ്ങനെ എന്തോ ആണ്. അത്ര ലിറ്റേഴ്സ് എൻ്റെ വിത്ത് ഓൾ സീറ്റ്സ് അപ്പ് ബൂട്ട് സ്പേസ് ഉള്ളൂ. അതായത് നമുക്ക് വലിയൊരു പെട്ടിയൊന്നും വെക്കാൻ പറ്റില്ല. അത്യാവശ്യം ഒരു ചെറിയ വേണമെങ്കിൽ ഒരു മറ്റേ ചെറിയ ബാഗ്സ് എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി പർച്ചേസ് ഉള്ള ഗ്രോസറി എന്തെങ്കിലും വെക്കാം. അതെല്ലാം വെക്കാന്നല്ലാതെ ഈ ഒരു ബൂട്ട് സ്പേസ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. പക്ഷെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഒബിയസ്ലി നിങ്ങൾക്ക് ഈ സീറ്റ് അങ്ങ് മറിച്ചിടാം. 50-50 ആണ്. അങ്ങനെ ആ ഒരു ഓപ്ഷൻ വരുന്നതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരാളും കൂടി ഇരുത്തി ബൂട്ട് സ്പേസ് കുറച്ച് കൂട്ടണമെങ്കിൽ ഒരു സീറ്റ് മടക്കിയിട്ടാണ് മതി. അല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ടാറ്റ
CNGs, ടാറ്റയുടെ CNG ടാറ്റ ടെക്നോളജി. CNG ആണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടാങ്ക് വരും. ഡ്യുവൽ ടാങ്ക് വരും. വരുന്നത് അത് ഭയങ്കര ഇതാണ്, അത് ഭയങ്കര ഇന്നോവേഷൻ ആണ്. ഓക്കെ, അതേതായാലും സ്പേസ് ഒന്നും പോവില്ല. 2 സെപ്പറേറ്റ് സിലിണ്ടേഴ്സിലായിട്ട് CNG ഫ്യൂൽ സ്റ്റോർ ചെയ്യുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടാറ്റ CNGസിൻ്റെ ഗുണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം അങ്ങനെ സോർട്ട് ചെയ്തു. അതെ. ഓക്കെ, പിന്നെ ഇതിൽ ലോങ് പോയത് തൃശ്ശൂർ ആ ട്രിപ്പാണ് കൂടുതലും. കൂടുതൽ അധികം ഓടിയിട്ടില്ല, തൃശ്ശൂർ ട്രിപ്പ് തന്നെയാണ് കൂടുതലും. ഈ മീൻസ് ഹില്ലി ഏരിയാസ് പോയിട്ടുണ്ടോ? ട്രിപ്സ് ഹില്ലി ഏരിയാസ് അത്ര പോയിട്ടില്ല, അത്ര ഇതിൽ പോയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ വണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുള്ളൊരു എനിക്ക് തോന്നൽ വന്നിട്ടില്ല. ഇല്ല, അത്ര ഒരു ഇതിലേക്ക് ഹൈ റേഞ്ച് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതൊന്നറിയാനായിരുന്നു. സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ഇതിന് മാനുവൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മാനുവൽ മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ ബേസിക്കലി സീറ്റ മോഡലാണ്. ഇതിലാക്കൂടി XL6 2 മോഡലേ വരുന്നത്. ZTയും ആൽഫയും ആൽഫ പ്ലസ് 3 മോഡലേ വരുന്നത്. അതിന്റെ ബേസ് വേരിയന്റ് ആണ് ഈ കാണുന്നത്. പക്ഷേ അതിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓക്കെ, അതാണ് CNG വണ്ടികളുടെ. അപ്പം ഇപ്പോൾ വേറെ വണ്ടികൾക്ക് CNG വരുന്നുണ്ട്, മീൻസ് ഓട്ടോമാറ്റിക് വന്നു തുടങ്ങി. പഞ്ചിലൊക്കെ വന്നു തുടങ്ങിയല്ലേ, വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ് CNG വണ്ടി എടുത്തതിൻ്റെ മറ്റ് കുറേ കാര്യങ്ങളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് പോയിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് ചോദിച്ചറിയാം. നമ്മൾ ഇന്റീരിയറിൽ കയറി, അതായത് XL6 സീറ്റാ. അതെ. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ? അത്യാവശ്യം ഒരു ഡിസ്പ്ലേ വന്നിരിക്കുന്നു. ഇത് ബേസിക്കലി ഒരു XL6 ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ പക്ഷെ ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഓട്ടോമാറ്റിക് AC ഉണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂസ് ഉണ്ടല്ലേ, ക്രൂസ് വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്, കീലെസ് എൻട്രി ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സോൺ, മറ്റേ ബാക്കിലേക്കും AC വെന്റ് എല്ലാം 3 റോസ് എല്ലാം വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള, അതായത് ഒരാൾക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനുള്ളിൽ. ബാക്കി ഗിസ്മോസ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇതെല്ലാം ഉണ്ട്. മറ്റേ ലൈറ്റ്സ് എല്ലാം ഇതാണ്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ ഞാൻ ഉപയോഗിക്കാറ് പോലും, എനിക്ക് ഫുൾ ടൈം ഗ്ലാസ് വെക്കേണ്ട സ്ഥിതിക്ക് എനിക്ക് അതിന്റെ ആവശ്യം വരാറില്ല. ഓക്കെ, അങ്ങനെയുള്ള ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂവൽ ഗേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹൈബ്രിഡ് ഓപ്ഷൻ, സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്. അതായത് ഒരു അനലോഗ് ഡിജിറ്റൽ കമ്പൈൻഡ് MID ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലാണല്ലോ സ്വിച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് സ്വിച്ചിങ് വരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫ്യൂവലിന് സ്വിച്ച് വരുന്നത്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ CNG എഴുതി കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ സ്വിച്ച്, ഇവിടെ നമുക്ക് 3-4 ഓപ്ഷൻസ് കാണാം. എല്ലാം നല്ലതാണോ ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് ഒന്നല്ല. ഇത് ക്ലോക്ക് വരുന്നുണ്ട്, മോഷൻ സെൻസർ വരുന്നുണ്ട്, പിന്നെ ടോർക്ക് ആൻഡ് പവർ മീറ്റർ വരുന്നുണ്ട്, ഒബിയസ്ലി ആക്സിലേറ്റർ ബ്രേക്ക്, പിന്നെ മോഡ് റേഷ്യൂസ്, അതിന്റെ CNG പെട്രോൾ മോഡ് റേഷ്യൂസ് വരുന്നുണ്ട്. ടാങ്കിൽ എത്ര ഇപ്പോൾ ബാലൻസ് ഫ്യൂവൽ വരുന്നുണ്ട്, അത് നമുക്ക് രണ്ടായിട്ട് കാണിക്കുന്നു. ഒന്ന് ടാങ്ക് ആയിട്ട് കാണിക്കും, ഇപ്പോഴത്തെ മീറ്ററും ഉണ്ട്, അനലോഗ് മീറ്ററും വരുന്നുണ്ട്. സോ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പെട്രോളിലേക്ക് മാറി. നമ്മളത് അറിഞ്ഞോ? ഇല്ല, വണ്ടി ഇപ്പോൾ പെട്രോളാണ്. അത് റീസ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ CNG കഴിഞ്ഞു. സൗണ്ട് ചെറുതായിട്ട് ഒരു നമുക്കത് ഫീൽ ആവില്ല ശരിക്കും, ഒട്ടും കേൾക്കില്ല. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു ടിങ് എന്ന് സൗണ്ട് വരും മറ്റേ സ്വിച്ച് ആവുന്ന സമയത്ത്. അല്ലാതെ കണ്ടിട്ട് വേറെ ഇതിലൊന്നും മാറ്റങ്ങളില്ല. MIDയിലും 2 ഫ്യൂവൽ ഗേജസ് ആണ്, പെട്രോളിന്റെയും CNGയുടെയും രണ്ട് ഗേജസ് ഉണ്ട്. ആക്യുറേറ്റ് ആണല്ലോ? ആക്യുറേറ്റ്, ഓൾമോസ്റ്റ് ആക്യുറേറ്റ്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളെല്ലാം അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ കൂൾഡാണ് ഗ്ലോ ബോക്സ് വരുന്നത്, അല്ല മറ്റേ ഈ ബോട്ടിൽ ഹോൾഡർ വരുന്നത്. കൂൾഡാണോ? ഇവിടെ ഒരു AC വന്നിട്ടുണ്ട് കേട്ടോ, ACയുടെ വെൻസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം, കൂൾഡാണ്. പക്ഷേ ഗ്ലോ ബോക്സ് കൂൾഡ് അല്ലല്ലോ? അല്ല, പക്ഷെ അത് ഭയങ്കര ചെറുതാണ്. അത് പ്രത്യേകിച്ച് ഒരു യൂട്ടിലിറ്റേറിയൻ ഗ്ലോ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല. 2 സാധനം വെച്ചാൽ അത് ഫുള്ളാവും. ഓക്കെ, പിന്നെ ഇതും വളരെ ചെറുതാണ്, ഒരു കാര്യമില്ല. എന്തായാലും ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് വല്ല കോയിൻസ് ഇട്ട് വെക്കാൻ മാത്രമേ ഇതിനെ ഉള്ളൂ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ യൂസ് ഒന്നും ഉണ്ടാവില്ല. ഹാൻഡ് റെസ്റ്റ് നല്ലതാണ്, നമുക്ക് അങ്ങനെ ഒരു യൂസേജിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്റീരിയറിൽ വന്നിരിക്കുന്നത്. നമുക്കപ്പം Q&A സെഷനിലോട്ട് പോകാം. അധികം വണ്ടിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇനി നിങ്ങൾ ചോദിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി, കമൻറ്റ് വഴി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വന്നത്. സർവീസ് ആൻഡ് പീരിയോഡിക് മെയിൻ്റെനൻസ്, അതൊന്നും നമ്മൾ നേരത്തെ ചോദിച്ചില്ല, ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. സർവീസ്, അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി, മീൻസ് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊരു പുതിയ വണ്ടിയാണ്. അപ്പോൾ മറ്റേ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ സർവീസിന് എന്തുമാത്രം കോസ്റ്റ് വരുന്നു എല്ലാം ചോദിച്ചിരുന്നു. സർവീസ് എനിക്ക് നോർമൽ കോസ്റ്റ് തന്നെ ആവാൻ ചാൻസ്. ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഈ വണ്ടി വാങ്ങിയ ഡീലർഷിപ്പിൽ നിന്നാണെങ്കിലും കോട്ടയത്ത് നിന്ന് ഞാൻ വണ്ടി എടുത്തത്. പക്ഷേ ഇവിടെ പോലും CNG വെഹിക്കിൾസ് അധികം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവർക്കും അതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പീരിയോഡിക് സർവീസസ് എല്ലാം നോർമൽ തന്നെയാണ്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 50,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ എൻ്റെ പ്ലഗ്സ് എന്തോ മാറണം. വേറെ ഒന്നും കാര്യമായിട്ടും ചെയ്യേണ്ട. അത് ചെറിയ എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നോർമൽ സർവീസ് കോസ്റ്റ് ഒക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. ബൂട്ട് സ്പേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ടയർ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. റിയറിൽ വെയിറ്റ് കൂടുതലാണ്, CNG ടാങ്ക്സ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ടയർ ലൈഫിനെ ഇത് ബാധിക്കുമോ? ആ വണ്ടിയിൽ ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ കൂടുതൽ സ്റ്റിഫറാണ് കമ്പയർഡ് ടു മറ്റേ നോർമൽ മോഡലിനെക്കാളും കുറച്ചുകൂടി സ്റ്റിഫറാണ്. വെയിറ്റ് അഡീഷണൽ വെയിറ്റ് കാരണമാണ് ആ സ്റ്റിഫ്നെസ് എന്തായാലും ഫീൽ ചെയ്യുന്നത്. ടയർ ലൈഫ് എന്തായാലും എൻ്റെ ഒരു അസംപ്ഷൻ ഒരു 30-35 40 ഒക്കെ കിട്ടണം. അപ്പം വീൽ റൊട്ടേഷൻ ഇപ്പോൾ ഫ്രണ്ടിൽ എഞ്ചിന്റെ വെയിറ്റ് വരുന്നു, ബാക്കിൽ ഇതിന്റെ വെയിറ്റ് വരുന്നു. അത്രയില്ല എങ്കിലും അത്രയില്ല, ഇത് വരും, ഒരു ബാലൻസിങ് വരുന്നുണ്ട് അവിടെ. ഓക്കെ, അതാണ് ടോയ്സ് ലൈഫിൻ്റെ CNG ടാങ്ക് റേഞ്ച്. അതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ലായിരുന്നു. എത്ര കിലോമീറ്റർ CNG മാത്രം ഉപയോഗിച്ച് ഓടുമ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ട്? യെസ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഇതിൻ്റെ ടാങ്ക് 60 ലിറ്റേഴ്സ് ആണ്. അതിൻ്റെ വാട്ടർ കപ്പാസിറ്റി 60 ലിറ്റേഴ്സ് ആണ്. 60 ലിറ്റേഴ്സ് ടാങ്കിൽ ഇതിലൊരു 60 ലിറ്റേഴ്സ് വാട്ടർ കപ്പാസിറ്റി പറയുന്നത്. ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ളം ഒഴിച്ചുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതിന് 60 ലിറ്റർ ആണ് എൻ്റെ ഇത് പറയുന്നത്. ആവറേജ് നമുക്ക് ഇതിൽ ഒരു പ്രഷർ ഒരു 200-220 PSI പ്രഷർ ഉണ്ട്. 210ഒക്കെയാണ് നോർമലി എല്ലാ പമ്പിലും ഉണ്ടാവാറുള്ളത്. ഇതിലൊരു 8 കിലോ ഒക്കെ കയറാറുണ്ട്. 7.5-8 കിലോ ഒക്കെയാണ് ഇതിൽ കുറവാ കയറുന്നുള്ളൂ. അതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു 160-170 ലോങ്ങിലൊക്കെ 200+ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരു പെർ kgക്ക് ഒരു സിറ്റി യൂസിൽ ഒരു 22-23 കിട്ടുന്നുണ്ട്. ലോങ്ങിൽ 27 കിട്ടി. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. എൻ്റെ വീട് ഞാൻ ആദ്യം പറഞ്ഞില്ല തൃശ്ശൂരാണെന്നുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് തൃശ്ശൂർ വരെയുള്ള കിലോമീറ്റർ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 138 കിലോമീറ്ററാണ്. ഒരു തവണ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഞാൻ ഇവിടെ ഏറ്റുമാനൂരാണ് പമ്പുള്ളത്. ഏറ്റുമാനൂരിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് തൃശ്ശൂർ പോയിട്ട് വീണ്ടും റീഫിൽ ചെയ്തപ്പോൾ എൻ്റെ എക്സ്പെൻസ് വന്ന് 500 രൂപയുടെ താഴെയുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കിനെക്കാട്ടിലും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. അപ്പോൾ അത് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഒബിയസ്ലി അതിൻ്റെ അവിടുത്തെ പമ്പിലത്തെ പ്രഷർ റീഡിങ് നോക്കാറുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. മേ ബി ചില പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്നിരുന്നാലും ആ സമയത്ത് വന്നപ്പോൾ ഞാൻ അടിച്ചപ്പോൾ അറൌണ്ട് 500 റുപ്പീസിന്റെ അടുത്ത് എനിക്ക് ആയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫുൾ ടാങ്ക് CNG ഫിൽ ചെയ്യാൻ മീൻസ് ഈ പറഞ്ഞ 8 kg റേഞ്ച് ഫിൽ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ആവുന്നത്? ഈ പറഞ്ഞ 500 ഒരു 10 ഇവിടെ 87 റുപ്പീസ് ആണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു 650 അത്രയൊക്കെ വരുള്ളൂ. 650 രൂപ റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അതാണ് CNG വെച്ചിട്ടുള്ള റേഞ്ച്. പവർ ഡിഫറൻസ് നോർമൽ XL6 നമ്മളത് സംസാരിച്ചിരുന്നു. പിന്നെ ഓട്ടോ LPG വാഹനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്താൽ നന്നായിരിക്കും. അതിൻ്റെ സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ. ഓക്കെ, CNG പമ്പ് അടുത്ത് എല്ലാവർക്കും ഉപകാരം ചെയ്യും. നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ CNGയും LPGയും തമ്മിലുള്ള ഡിഫറൻസ് പലർക്കും അറിയണമെന്നുണ്ടായിരിക്കും. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് പെട്രോളിക് ഗ്യാസും കൂടെ ഉള്ള ഡിഫറൻസിൽ ഇതിൽ ഞാൻ പഠിച്ചിടത്തോളം കാലം LPGനേക്കാളും സേഫർ ഫ്യൂവലാണ് CNG. ഇൻ ദ സെൻസ് LPG കുറച്ചുകൂടി ഹെവിയർ ഫ്യൂവലാണ്. സോ ഇൻ കേസ് ഓഫ് ലീക്ക് ഓർ സംതിങ് അത് വണ്ടിയുടെ ഗ്രൗണ്ട് ലെവലിൽ കിടക്കുക ആ ഒരു ഫ്യൂവൽ. നമുക്ക് നിലത്ത് പരന്ന് കിടക്കുന്ന ഒരു ഫ്യൂവലായിരിക്കും. എസ്പെഷ്യലി AC ഒക്കെ ഇട്ട് ഓടിക്കുന്ന വണ്ടിയാകുമ്പോൾ അത് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള റൂട്ട് എവിടെയില്ല. CNG ലൈറ്റർ ഫ്യൂവലാണ്. സോ അത് എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ ആ സാധനം ഡിസോൾവ് ഇൻ ദ എയർ ആണ്. അത് ലൈറ്റർ ഫ്യൂവൽ കാരണം അത് മുകളിലേക്ക് പോവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ വണ്ടികളിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒരു തരം ലീക്ക് വന്നാൽ, ഇൻ കേസ് ഒരു ലീക്ക് വന്നു എന്ന് വിചാരിക്കാം, അവർക്ക് അതിൻ്റെതായ കട്ട് ഓഫ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കട്ട് ഓഫ് ആവും, എൻജിൻ കട്ട് ഓഫ് ആവും, അതിൻ്റെ സിസ്റ്റംസ് എല്ലാം കട്ട് ഓഫ് ആവും. പിന്നെ വണ്ടി നമ്മൾ റീഫ്യൂൽ ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം. റീഫ്യൂൽ ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ വണ്ടി ഓൺ ആയിട്ടിരിക്കുകയാണ്, ഇതിൻ്റെ ലിഡ് തുറന്ന വണ്ടി ഓഫ് ആവും. അവിടെയും ഒരു കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഒരു നല്ല ഫ്യൂലാണ്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി വെയിറ്റ് ആണ്. ആ ടാങ്കിൻ്റെ വെയിറ്റ് ഭയങ്കര. ടാങ്ക് എങ്ങനെ പോലും ഒരു 50-60 കിലോ ആ വെയിറ്റ് ആ ടാങ്കിന് മാത്രം വരുന്നുണ്ട്. പക്ഷേ LPG ടാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിരിക്കും, വെയിറ്റ് ലെസ് ആണ്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ സ്പെയർ വീലിൻ്റെ സൈസുള്ള ടാങ്ക് നമുക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇതും പോകുന്നില്ല.
പക്ഷെ ഇന്ന് എത്രത്തോളം LPG പമ്പ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതും ഒരു ക്വസ്റ്റ്യനബിൾ ചോദ്യമാണ്. കാരണം ഒരുപാട് പമ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെ ചുരുക്കം പമ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ LPGയിൽ. അപ്പോൾ അതും കുറഞ്ഞുകൊണ്ട് വരിക എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അതുപോലെ കുറച്ചുകൂടെ സേഫ് സൈഡും CNG തന്നെയാണ്. CNG ആണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ CNG ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി പുറത്തിറങ്ങണം. അങ്ങനെ ഒരു അത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് പ്രഷർ, ഇത് ഫിൽ ചെയ്യുന്ന പ്രഷർ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 200 to 20 PSI റേഞ്ചിലാണ് പ്രഷർ. ഭയങ്കര ഹൈ പ്രഷറിലാണ് ഈ സാധനം ഫില്ല് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യാനുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക്, ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ കംപ്രസ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്രസ് ചെയ്ത് കയറ്റുന്ന സമയത്താണ് ഇതിൻ്റെ ആക്സിഡൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസസ് എന്നാണ് വായിച്ചത്. അതായത് എന്തെങ്കിലും വല്ല വാൾവിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയെ, എന്തെങ്കിലും ഡിഫക്റ്റീവ് വാൾവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആ സമയത്താണ് ഇതിന് എന്തെങ്കിലും ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉള്ളൂ. ഈ കയറുന്ന സമയത്ത് എന്തെങ്കിലും വളരെ റെയറായിട്ട് ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. ഞാനെവിടെ വായിച്ചിട്ടില്ല. അത്രയും സേഫ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ കേസ് എല്ലാത്തിനും എല്ലാം ഫുൾ പ്രൂഫാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ എടുക്കണം ഒബിയസ്ലി. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറും എല്ലായിടത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതുകൊണ്ട് മാത്രമാണ് ആൾക്കാരോട് എല്ലാവരോടും ഇറങ്ങി പുറത്തു വെക്കാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡോഗിനെയും പുറത്തിറക്കും, എല്ലാം പുറത്തിറങ്ങി എല്ലാവരും ക്ലീൻ ആക്കിയിട്ടാണ് പുറത്തിറക്കി. വണ്ടി മാത്രം ആണ്, അതാണ് അതിൻ്റെ ഒരു സേഫ്റ്റി ഹസാർഡ് എന്ന് പറയാനുള്ളത്. അല്ലാതെ റണ്ണിങ്ങിൽ ഈ സാധനം ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഫില്ലിങ്ങിൻ്റെ ഒരു സമയമാണ് മാത്രമാണ് ചെറിയൊരു ചാൻസ് ഉള്ളത്. ആ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ലൈഫിനെ പറ്റി, ഡ്യൂറബിലിറ്റിയെ പറ്റി എന്താണ് പറയാനുള്ളത്? മീൻസ് ഇപ്പം ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ലതായിട്ട് റിസർച്ച് ചെയ്താണ് ഇദ്ദേഹം ഈ വണ്ടി ചൂസ് ചെയ്തതാണ്. അപ്പം അതിനെപ്പറ്റി തിരക്കി കാണുമല്ലോ. അതായത് എൻജിൻ ലൈഫ് ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് CNG വരുന്നത്. അപ്പോൾ പിന്നെ ലൂബ്രിക്കേഷൻ കുറയാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഗ്യാസ് ആണല്ലോ, പെട്രോൾ വരുമ്പോൾ ലൂബ്രിക്കൻ്റ് അതിൻ്റെ ഉള്ള ഒരു ലൂബ്രിക്കേഷൻ വരുന്നു. സോ വായിച്ചിട്ടുള്ള അനുസരിച്ചിട്ട് ഒരു CNG വാഹനമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഗ്യാസിൽ ഓടിക്കുന്ന വാഹനമാണെങ്കിൽ പോലും അത് പീരിയോഡിക്കലി അത് പെട്രോൾ ഓടിക്കണം. അതായത് ഐഡിയലി ഒരു 1000 കിലോമീറ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ മേ ബി ഒരു 10-20 കിലോമീറ്റർ പെട്രോൾ ഓടിക്കുന്നത് നല്ലതായിരിക്കും, ആ ഒരു ലൂബ്രിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം മാത്രം ഓടിക്കരുത്, അത് നല്ലതായിരിക്കില്ല എന്നാണ് എനിക്ക്. ഈവൺ ഇഫ് കമ്പനീസ് ഫിറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണെങ്കിൽ പോലും ഇത് ബേസിക്കലി ഒരു പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇത് വരാം. സോ പക്ഷേ ലോങ് ടേമർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇപ്പോൾ ഒരുപാട് ടാക്സീസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ എർട്ടിഗ ടാക്സി വരുന്നത് സെയിം എഞ്ചിൻ തന്നെയാണ്. ബാക്കി എല്ലാവരും CNG വെഹിക്കിൾസ് വരുന്നുണ്ട്. ഈവൻ ബസ്സസ് ഇഷ്ടം പോലെ വരുന്നു. അതെല്ലാം ഓടുന്നത് 100% CNG ഓടുന്നു. എനിക്ക് തോന്നുന്നില്ല അവർ പെട്രോളിൽ മാറ്റുന്നുള്ളത്. അതിനൊന്നും വരാത്ത അതിനെന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ പോലും ഇതിന് വരില്ല. കാരണം ഇതിന് 10 മടങ്ങ് ഓടുന്ന വണ്ടിയായിരിക്കും. അപ്പോൾ അവരാരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്കൊരു ഇഷ്യൂസ് തോന്നുന്നില്ല. പക്ഷേ വൺസ് ഇൻ എ കേസ് വരാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് നല്ലതായിട്ട് പോകുന്നു. ഇരുട്ടുന്നതല്ല, രാവിലെയാണ്, മഴക്കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അകത്ത് കയറേണ്ടി വരും. അതിന് മുന്നേ നമുക്ക് നെഗറ്റീവ്സ് ചോദിക്കാം. CNG വാഹനങ്ങൾ യൂസ് ചെയ്തിട്ട് തോന്നിയ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ നെഗറ്റീവ് തന്നെയാണ് മെയിനായിട്ട്. അതായത് നമുക്കൊരു മഴയായി കയറകത്ത്. ഇപ്പോൾ മഴയായിട്ട് നമ്മൾ അകത്ത് കയറി. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ പോവാം, ഇൻഫ്രാസ്ട്രക്ചർ. യെസ്, ഇപ്പോഴും ഞാൻ പറയുക ഡെവലപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടി ഒരു പമ്പേ ഇപ്പോൾ ഓപ്പറേഷനിലായിട്ടുള്ളൂ. ഏറ്റുമാനൂർ സൈഡിലാണ് ഒരു പമ്പ് ഉള്ളത്. ബാക്കി 1-2 പമ്പുകളിൽ ഇതിന്റെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ഇലക്ട്രിസിറ്റി കിട്ടാത്ത കാരണം അവരത് ഓപ്പറേഷനിലായിട്ടില്ല. പക്ഷേ അപ്പാർട്ട് ഫ്രം കോട്ടയം ആൻഡ് പത്തനംതിട്ട ആൻഡ് ഇടുക്കി, ഈ 3 ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലും അത്യാവശ്യം പമ്പുകളുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കുറച്ച് ഹൈ ആയിരിക്കും. ഇത്ര അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ആൾക്കാരും അതായത് ഒരു വണ്ടിക്ക് ആവറേജ് ഒരു 4-5 മിനിറ്റ് ഒക്കെയാണ് ആവറേജ് എടുക്കാറുള്ളത്. കാറൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കയറി പോയിക്കോളും. പക്ഷെ അഥവാ നമ്മൾ പോകുമ്പോൾ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ബസ്സോ ട്രക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു 15 മിനിറ്റ് വെയിറ്റിംഗ് വരാം. എന്താ വെച്ചാൽ അതിന്റെ ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ എങ്ങനെ പോലെ ഒരു 100 കിലോസിന്റെ അടുത്ത് വരെ കയറുകയുള്ളൂ. 90 കിലോയൊക്കെയാണ് ആവറേജ് കയറുന്നത് കണ്ടിട്ടുള്ളത്.
സോ അവിടെ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റിംഗ് കുറച്ച് സമയം പോവാം. ഓക്കെ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഇതില് ആഴ്ചയിൽ ഒരു ഫുൾ ടാങ്ക് ആണ് അടിക്കാറുള്ളൂ. ബാക്കിയെല്ലാം അപ്പൊ എന്നെ സംബന്ധിച്ച് അതിന് വലിയ പ്രസക്തി വരുന്നില്ല. പമ്പുള്ള കാരണം അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇൻ കേസ് ഈ സംഭവം തീർന്നാലും നമുക്ക് പെട്രോൾ ഇടാം. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഡസന്റ് മാറ്റർ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ 2 ഫ്യൂലും ഓടുന്ന സ്ഥിതിക്ക് ഓക്കെ, അതാണ് ഒരു നെഗറ്റീവ്. ഇനിയും വേറെ നെഗറ്റീവ്സ് എന്തെങ്കിലും? സ്റ്റോറേജ് സ്പേസ്, അതായത് ഡിക്കി സ്പേസ് ആണ് അതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഏതൊരു CNG വണ്ടി എടുത്താലും നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കിട്ടില്ല. വളരെ ചെറിയ ബൂട്ട് സ്പേസ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആണെങ്കിൽ ഇതിന്റെ നോർമൽ വേർഷനിൽ അത്യാവശ്യം നമുക്ക് വലിയ ബാഗുകൾ വെക്കാം ബാക്കിൽ. 7 സീറ്റർ മീൻസ് 3 rows ഉണ്ടെങ്കിലും സ്പേസ് ഉണ്ട്. അതെ, ബാക്കിൽ നമുക്ക് വീണ്ടും വേറെ ബാഗ്സോ അല്ലെങ്കിൽ ട്രോളി ബാഗ്സ് ഒക്കെ വെക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ട്രോളി ബാഗ് വെക്കാൻ പറ്റില്ല. വെക്കണമെങ്കിൽ സീറ്റ് മടക്കണം. അല്ലാതെ കണ്ടിട്ട് വേറെ ഈ വണ്ടിയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഫോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മാരുതിയിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതെന്താണ് തോന്നിയത്? ക്വാളിറ്റിയിലാണോ അതോ വെയിറ്റിലാണോ? എല്ലാത്തിലും ഉണ്ട്. അതായത് ഒരു നമുക്കൊരു ഡ്രൈവിംഗ് കോൺഫിഡൻസ് കിട്ടുന്നത്, അത് ഇനിയിപ്പോ എന്റെ ഇതാണെന്ന് അറിയില്ല, വലിയൊരു വണ്ടി ഉപയോഗിക്കുന്ന കാരണമാണെന്ന് അറിയില്ല. ഫോർഡിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു എന്താ സ്റ്റെബിലിറ്റി ആണെങ്കിലും കയ്യിൽ വണ്ടി നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തോ എനിക്ക് ഇതിൽ കിട്ടുന്നില്ല. അതായത് ഇപ്പൊ ഒരു ഹൈ സ്പീഡിൽ പോയിട്ട് നമ്മളൊരു കർവ് എടുത്തു, ഒരു തിരിയുന്ന സമയത്ത് മറ്റേതാണെങ്കിൽ ബ്രേക്ക് ഔട്ടിന്റെ ആവശ്യമില്ല, നമ്മളങ്ങ് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കോളും. ഇത് കൊടുക്കണം എന്നല്ല ഞാൻ പറയണത്, എന്താ അത്ര ഞാൻ പറഞ്ഞുകൊണ്ട് അതൊരു മോശം വണ്ടിയായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ വരുമ്പോ നമുക്ക് ഇതിന്റെ ഒരുപക്ഷെ ഇതിന്റെ ഹൈറ്റ് കൂടുതലായ കാരണമായിരിക്കാം, MUV ആണ്, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒരു യൂട്ടിലിറ്റേറിയൻ വെഹിക്കിൾ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ തിരിയുമ്പോൾ ഉള്ളൊരു ഡ്രൈവബിലിറ്റി. പിന്നെ ഇപ്പൊ നോക്കുക വെച്ചാല് ഓരോ പാനൽസ് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിന്റെയൊക്കെ പാനൽസ് വെൻ കമ്പയർഡ് ടു എ ഫോർഡ് നമുക്ക് കുറച്ചും കൂടിയും ഫ്ലിംസിയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഗ്ലാസ് തന്നെ എനിക്ക് തോന്നുന്നു മറ്റേല് കുറച്ചുകൂടി കട്ടി കൂടുതലാണ്. അത് ഇനിയിപ്പോ അത് അറിയില്ല, എന്താ വെച്ചാൽ ഇത് നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല, ബാക്കിയെല്ലാം നല്ല വണ്ടിയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ മോശമല്ല, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ലതാണ്. വേറെ ഇതുവരെ റാറ്റ്ലിംഗ് സൗണ്ടുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ പുത്തൻ വണ്ടിയായി തന്നെ കുറച്ചുകൂടി എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം. വേറെ CNG ഓണേഴ്സിനെ മീൻസ് അധികം പരിചയം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എനിക്കറിയില്ല. എന്റെ അറിവില് ഈ വണ്ടി കേരളത്തിൽ എത്ര ഇറങ്ങിയിട്ടുണ്ട്? CNG ഓണേഴ്സ് കമന്റ് ബിലോ, നിങ്ങൾക്കൊരു കമന്റ് സെഷൻ ഒരുക്കിയിരിക്കുന്നു നമ്മൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അതേ ഉള്ളൂ നെഗറ്റീവ്സ് പറയാനായിട്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല. XL6ന്റെ യാത്രാസുഖത്തെ പറ്റി? യാത്രാസുഖം കമ്പാരിറ്റീവ്ലി നല്ല വണ്ടിയാണ്. എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം കുറച്ചുകൂടി ഹയർ സീറ്റിംഗ് പൊസിഷനിൽ വരുന്ന സമയത്ത് റോഡിന്റെ വ്യൂസ് കുറച്ചുകൂടി കമാൻഡിങ് ആണ്. പിന്നെ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഉള്ളിലത്തെ സ്പേസ് ശരിക്ക് ഞാൻ പറയുക ക്രിസ്റ്റ്യനേക്കാളും കുറച്ചുകൂടി കുറവ്, ഒരു പൊടിക്ക് കുറവുള്ളൂ, വലിയ മാറ്റമില്ല. അപ്പോ സ്പേസ് വൈസ് നല്ല അത്യാവശ്യം നല്ല സ്പേസ് തരുന്നൊരു വണ്ടിയാണ്, പവർഫുൾ ആണ്. CNG ആയതുകൊണ്ട് പവർ ഡ്രോപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. വണ്ടി ഓടിക്കുമ്പോൾ നല്ല പവർ കിട്ടുന്നുണ്ട്. ഒരു 15 lakhs ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ വണ്ടിയും കിട്ടും, വണ്ടിയും കിട്ടും, ക്യാപ്റ്റൻ സീറ്റ്സ്. അതെ, ഈ പറഞ്ഞ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള കുറെ ഗുണങ്ങളാണ് XL6 എടുത്താൽ, അതും CNG എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കിട്ടുന്നത്. വേറെന്തെങ്കിലും ഈ CNG പറ്റി പറയാനുണ്ട്? CNG വെഹിക്കിൾസിന്റെ കൂടെ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ, ഇതിന്റെ കൂടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന് നേരെ താഴെ ഇരിക്കുന്നുണ്ട്. അത് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, സീറ്റിന്റെ ബാക്കിൽ നിന്ന് എടുക്കാവുന്നുള്ളൂ. അല്ലാതെ കണ്ടിട്ട് പിന്നെ ഉൾഭാഗം എന്താ പറയാ, ഞാൻ വേറെ പ്രത്യേകിച്ചും ചെയ്തിട്ടൊന്നുമില്ല. അതിനുള്ള അഡീഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു ഡാഷ് ക്യാം മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ, പിന്നെ സെറാമിക് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സെറാമിക് ചെയ്തല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് CNG പറ്റി പറയാനുണ്ടായിരുന്നത് അല്ലേ? നിങ്ങൾക്ക് കിട്ടാനുള്ള മീൻസ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇദ്ദേഹം നമ്മളോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. അപ്പം ഇപ്പോൾ വണ്ടി എടുക്കുന്നതിനെ പറ്റി ഇത്രയും റിസർച്ചസ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതെ. ഏതായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിനായിട്ടും യൂസർ എക്സ്പീരിയൻസിനായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.